കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം സ്ട്രോക്കാണ്. സ്ട്രോക്ക് ഇന്ന് വളരെ പ്രായഭേദമന്യേ എല്ലാ ആളുകൾക്കും കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. ഈ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ന്യൂറോ മെഡിസിനിലെ ഡോക്ടർ സൗമ്യ CV ആണ്. മാം വെൽക്കം. താങ്ക് യു. സൗമ്യ മാം, സ്ട്രോക്ക് നമ്മൾ മുന്നേയൊക്കെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇന്നൊരു കോമൺ ആയിട്ട് വളരെ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഏത് രോഗത്തേക്കും എന്താണ് ആ രോഗം എന്ന് അറിയാൻ പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ പല രോഗങ്ങൾക്കും സ്ട്രോക്ക്, ചില രോഗങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. നമുക്കിപ്പം രോഗം കണ്ടെത്തിയാൽ പോലും അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ പോലും ഇത് ഇന്ന രോഗമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം സ്ട്രോക്ക് നമുക്ക് എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഇപ്പം ന്യൂറോ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാഡത്തിന് കാണുന്ന കേസസ് ഇഷ്ടംപോലുണ്ട്. ഈ സ്ട്രോക്ക് എന്താണ് യഥാർത്ഥത്തിൽ? സ്ട്രോക്ക് എന്ന് വെച്ചാൽ തലച്ചോറിലെ രക്തക്കുഴലിന് എന്തെങ്കിലും പറ്റുന്നതാണ്. അതായത് രക്തഓട്ടം കുറയുന്നതുമാവാം, അല്ലെങ്കിൽ ആ രക്തക്കുഴൽ പൊട്ടുന്നതുമാവാം. ഓക്കെ, അപ്പം നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ നിന്ന് പൈപ്പ് വരുന്നു, എന്നിട്ട് പൈപ്പിൽ നിന്ന് അങ്ങോട്ട് വെള്ളം വരുന്നു. അപ്പോൾ എവിടെയെങ്കിലും വെള്ളം ബ്ലോക്കായി എന്ന് കൂട്ടിക്കോ. അപ്പോൾ നമുക്ക് അവിടോട്ട് ബ്ലഡ് വരുന്നില്ല. അപ്പോൾ അവിടുത്തെ കോശങ്ങളെല്ലാം, അതായത് ബ്രെയിനിലെ ന്യൂറോൺസ് എല്ലാം നമുക്ക് ഈ ബ്ലഡിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ രക്തഓട്ടം കുറയുമ്പോൾ അവിടുത്തെ കോശങ്ങൾ നശിക്കുന്നു. ഇത് പെട്ടെന്നാണ് സാധാരണ സംഭവിക്കുന്നത്. അതാണ് ഈ സ്ട്രോക്കും ബാക്കിയുള്ള ന്യൂറോളജി അസുഖവും തമ്മിലുള്ള ഒരു വ്യത്യാസം. യൂഷ്വലി സ്ട്രോക്കിൽ പെട്ടെന്ന് നമ്മൾ ഞൊടിയിടയ്ക്കുള്ളിലാണ് ഈ സംഭവം സംഭവിക്കുന്നത്. ഈ രക്തക്കുഴൽ അടയുന്നത് ചിലപ്പോൾ പതുക്കെ ആണെങ്കിലും ആ ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു 100% ആയിട്ട് ബ്ലോക്ക് വരുന്നത് പെട്ടെന്നാണ്. അപ്പൊ രോഗലക്ഷണങ്ങൾ പൊതുവെ പെട്ടെന്നായിരിക്കും വരുന്നത്. രോഗലക്ഷണങ്ങൾ അത് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ ഒരു കോഡുണ്ട്. ഓക്കെ, ആ കോഡ് എന്താണെന്ന് വെച്ചാൽ ബി ഫാസ്റ്റ് എന്നുള്ളതാണ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ F എന്ന് പറഞ്ഞാൽ ഫേസ്. ഇപ്പൊ മുഖം ഇങ്ങനെ പെട്ടെന്ന് കോടിപ്പോവാം. ഓക്കെ, ഫാസ്റ്റിന്റെ A ആം എന്നുള്ളതാണ്. ഓക്കെ, ആം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈക്കോ കാലിനോ പെട്ടെന്ന് ബലക്കുറവ് വരുന്നു. പിന്നെ മൂന്നാമത്തത് സ്പീച്ച്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാരശേഷി കുറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആ കറക്റ്റ് വേർഡ് പെട്ടെന്ന് കിട്ടാത്തതും ആവാൻ പറ്റും. അതും അല്ലെങ്കിൽ ചിലപ്പം ഈ വാക്ക് ക്ലിയർ അല്ലാതെ കുഴഞ്ഞു പോകുന്ന പോലെ. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിൻ ലക്ഷണങ്ങൾ. പിന്നെ ചിലപ്പോൾ നമുക്ക് ബാലൻസിന് കുഴപ്പം, അതാണ് ഈ ബി ഫാസ്റ്റിലെ ബിയുടെ ഇത് ബാലൻസിന് എന്തെങ്കിലും കുഴപ്പം, അല്ലെങ്കിൽ നമുക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇതൊക്കെ ആവാം. അപ്പോൾ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ബി ഫാസ്റ്റിലെ T സ്റ്റാൻഡ്സ് ഫോർ ടൈം. ഓക്കെ മാം, ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം മുഖം കൂടുന്നതിൻ്റെ ആ ഒരു ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്കൊരു വെദർ ഇറ്റ് ഇസ് X or Y ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരാളെ ബസ്സിനോ ട്രെയിനിനോ വീട്ടിൽ നിന്ന് എവിടെ നിന്നാവട്ടെ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാണ്. ഓക്കെ, ഇത് നമുക്കും വേണമെങ്കിൽ സ്വമേധയാ തിരിച്ചറിയാം. തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഗിഡിനെസ് പോലെ വരിക, അല്ലെങ്കിൽ കൈയും കാലും ചലനശേഷി കുറഞ്ഞു വരിക, സാധാരണ നോർമൽ മോഷനിൽ വ്യത്യാസമായിട്ട് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മുഖം ഒന്ന് കോടിപ്പോകുക. ഇത് വേണമെങ്കിൽ ഒരു പേഷ്യൻ്റ് ആകാൻ പോകുന്ന ആളുകൾക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ്. അതേ ഫോർ എക്സാമ്പിൾ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിക്ക് വേണമെങ്കിലും കണ്ടെത്താൻ പറ്റും ഒരു ലക്ഷണമായിരുന്നു. ഓക്കെ മാം, ഇതിലിപ്പം നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രേക്ഷകർക്ക് നമ്മൾ ഈ കാര്യം കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ നമുക്ക് ചില ടിപ്സ് നമുക്ക് സാധിക്കും ഇതിൽ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കണ്ടു, ഇപ്പം മാഡം പറഞ്ഞ ബി ഫാസ്റ്റിൽ ആ ലക്ഷണത്തിൽ നമ്മളൊരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇത് എത്രയും പെട്ടെന്ന് നമുക്കൊരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രോഗലക്ഷണം കൊണ്ട് നമ്മൾ ടൈം കളയുകയാണെങ്കിൽ നമുക്ക് ഓരോ മിനിറ്റിലും ഏകദേശം 1.9 ദശലക്ഷം ന്യൂറോൺസ് ആണ് ഡെഡ് ആയി പോകുന്നത്. ടൈം ഭയങ്കര ടൈം ഇസ് ബ്രെയിൻ. അതെ, അതുകൊണ്ട് ആ സമയത്തിൽ തന്നെ നമ്മൾ എത്തി അത് നമ്മൾ നോക്കണം ഏത് ടൈപ്പ് സ്ട്രോക്ക് ആണോ ഏത് ടൈപ്പ് സ്ട്രോക്ക് ആണ് എന്ന് നോക്കണം. അപ്പൊ അതിന് നമുക്ക് സ്കാനിന്റെ ആവശ്യം വരും. അപ്പം നമുക്ക് CT സ്കാനോ MRI സ്കാനോ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പ്ലസ് ഈ രക്തക്കുഴലും നോക്കണം. ഇത് എവിടെയാണ് അടവുണ്ടോ അതോ പൊട്ടിയതാണോ
അത് എവിടെയാണെന്നുള്ള അനുസരിച്ചിട്ടാണ് ബാക്കി പലതും നമ്മൾ നിശ്ചയിക്കുന്നത്. ട്രീറ്റ്മെന്റ് ഇതിങ്ങനെ ബ്രേക്ക് ആവുന്നത്, ഇതൊരു മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ട് വരുന്ന പോർഷൻ നമുക്ക് എവിടെ പൊട്ടിയതായിരിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രെയിനിലാണോ അല്ല ബോഡി എവിടെയായിരിക്കും സ്ട്രോക്കിന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ വരുന്നത്? ഈ സ്ട്രോക്ക് ബേസിക്കലി നമുക്ക് ബ്രെയിനിലെ ഏതെങ്കിലും പോർഷനിൽ പൊട്ടുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ബ്രെയിനിന്റെ ബാക്കിലത്തെ പോർഷൻസോ അതല്ലെങ്കിൽ ബ്രെയിനിന്റെ മെയിൻ രക്തക്കുഴലിലെ അടവുകളുമാണ് ഏറ്റവും കുഴപ്പമുള്ള സാധനങ്ങൾ. അതായത് നമ്മളിപ്പം കഴുത്തിൽ നിന്ന് മെയിനായിട്ട് വരുന്ന 2 രക്തക്കുഴലും ബാക്കിൽ നിന്ന് വരുന്ന ഒരു രക്തക്കുഴലും, അങ്ങനെ 3 രക്തക്കുഴലുകളാണ് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി, ബേസിലാർ ആർട്ടറി. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അടവ് വരുമ്പോഴാണ് ലാർജ് വെസൽ ഒക്ലൂഷൻ വരുന്ന മേജർ സ്ട്രോക്ക് വരുന്നത്. പിന്നെ രക്തക്കുഴൽ പൊട്ടുന്നത് വേറെ ടൈപ്പാണ്. 2 ടൈപ്പാണുള്ളത്. ഒന്ന് അടയുന്നതും മറ്റേത് പൊട്ടുന്നത്. പക്ഷെ ഇതിലിപ്പോ പിന്നെ കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വരുന്നത് പൊട്ടുന്നതാണോ അല്ല ഈക്വൽ ഇമ്പോർട്ടൻസ്? രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൊട്ടുന്നതിൽ കൂടുതൽ പെട്ടെന്ന് നമുക്ക് പ്രഷർ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഈ നമുക്ക് കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നതും അതുപോലെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കണ്ടീഷൻ സത്യത്തിൽ രക്തക്കുഴൽ അടയുന്ന ടൈപ്പ് സ്ട്രോക്കാണ്. ഓക്കെ മാം. സാധാരണ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് തൊട്ട് മുമ്പേയുള്ള ലക്ഷണങ്ങൾ ചിലപ്പം അൺകോൺഷ്യസ് ആയിട്ട് ഗിഡിനെസ് കൊണ്ട് വീഴാറുണ്ട്. നമുക്ക് ചില സ്റ്റേജിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രോക്കാണോ അതല്ല ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും ബ്ലോക്കാണോ, ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഇത് സ്കാൻ എടുത്താൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ടൈം ഈസ് പ്രഷ്യസ് ആണ്. വളരെ പെട്ടെന്ന് ഇത്രയും എക്യുപ്മെന്റ്സ് ഇല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതെ. അതുപോലെ ഈ ശരിക്കും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത് തന്നെയാണ്, ഈ ഹാർട്ടിലോട്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞതാണ് ഹാർട്ട് അറ്റാക്ക്, ബ്രെയിനിലോട്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. അപ്പോൾ ബ്രെയിൻ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത്രയും സിഗ്നിഫിക്കൻ്റ് ആണത്. ബ്രെയിനിലെ കോശങ്ങൾ പോയാൽ നമുക്കിത് തിരിച്ച് വരാനുള്ള പാടുമുണ്ട്. കുറച്ച് സമയം എടുക്കും. എന്നാലും 100% ആവണമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പം സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പം ഇതുപോലത്തെ സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് ബോധം നിശ്ചയിക്കുന്നത് ബ്രെയിനാണ്. അതുപോലെ ഹാർട്ട് ഇടിപ്പ് നിശ്ചയിക്കുന്നത് ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനിൽ പെട്ടതാണ്. റെസ്പിറേറ്ററി എങ്ങനെയാണ് അതിൻ്റെ റിതം നിശ്ചയിക്കുന്നത് അതും ബ്രെയിനാണ്. അങ്ങനെ നമ്മളാക്കുന്ന ഫങ്ഷൻസ്, മെമ്മറി, ലാംഗ്വേജ്, ഇതെല്ലാം ബ്രെയിനിലാണ്. കാരണം നമ്മൾ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്ത് ക്ലോട്ട് വന്നു കഴിഞ്ഞാലാണ് സ്ട്രോക്കിലേക്ക്, അതായത് ഏത് ഭാഗത്ത് ക്ലോട്ട് വന്നാലാണ് കൂടുതൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വരുന്നത്? അതെന്ന് വെച്ചാൽ ബ്രെയിനിന്റെ എല്ലാ പോർഷനും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചില പോർഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഇൻസുല എന്ന് വെച്ചാൽ അത് ഒരു നമ്മുടെ സ്പീച്ചിനെ നിശ്ചയിക്കുന്ന, ഈ സ്പീച്ചിനെ നിശ്ചയിക്കുന്ന സ്ഥലം തന്നെയാണ് നമുക്ക് ഇറക്കാനുള്ള ഫംഗ്ഷനും നോക്കുന്നത്. അതുപോലെ ഹാർട്ട് റേറ്റും അവിടുന്ന് കുറച്ച് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞ് ബ്രെയിനിന്റെ ബാക്കിലുള്ള സ്ഥലം, അവിടെ പിന്നെ സ്പേസ് കുറവാണ് എന്നുള്ളത് കൊണ്ടും അവിടെ സ്ട്രോക്ക് വന്നാൽ നീര് വെക്കാനും കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ട് ബ്രെയിനിന്റെ ലൊക്കേഷനും അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് സൈസുമാണ്. ലൊക്കേഷനും സൈസും സ്ട്രോക്കിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിവിധ തരം സ്ട്രോക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണ കാരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ യൂഷ്വൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ അമിതവണ്ണം, പിന്നെ സ്ട്രെസ്, ഇതൊക്കെ കൊണ്ടുവരുന്ന നമ്മുടെ രക്തക്കുഴലിൽ ചേഞ്ചസ് വന്നിട്ട് ആണിത് യൂഷ്വലി അടയുന്നത്. രക്തക്കുഴൽ പൊട്ടുന്നതാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് പ്രഷറിനെ കൊണ്ടായിരിക്കാം സാധ്യത. ആ രീതിയിലാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ രക്തക്കുഴൽ പൊട്ടിയിട്ട് വരുന്ന ഒരു സ്ട്രോക്ക് എന്നത് അത് കൂടുതൽ ബ്രെയിനിൽ ബ്ലഡ് സ്പ്രെഡ് ചെയ്തിട്ട് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതിലും ടൈം പ്രഷ്യസ് ആണ്. പിന്നെ അതിൽ നമുക്ക് കൂടുതൽ ഈ പ്രഷർ കുറയ്ക്കുക, പിന്നെ ലൊക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ നമുക്കത് ഡ്രെയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ വേറൊരു കോസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ രക്തക്കുഴലിൽ ബബിള് പോലെ അന്യൂറിസം എന്ന് പറയും. അപ്പൊ അത് എന്നിട്ട് പൊട്ടുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യണം. അപ്പൊ അത് നമുക്ക് ലൈക്ക് അകത്തൂടെ പോയിട്ട് രക്തക്കുഴലിന് അകത്തൂടെ പോയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സർജിക്കലി ചെയ്യാൻ പറ്റും. ഓക്കെ. ഡോക്ടർ, നമുക്കിപ്പം പ്രഷർ, അതായത് കോമൺ ജീവിതശൈലി രോഗത്തെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു. ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊക്കെ നമുക്ക്
സ്വമേധയാ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇത് എനിക്കുണ്ടോ ഇല്ല കുറഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതുപോലെ സ്ട്രോക്കിന് ഇങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് ഒന്നും ഉണ്ടോ? സ്ട്രോക്കിന് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് ഈ രക്തക്കുഴൽ നോക്കാൻ പറ്റും. ഡോപ്ലർ സ്കാൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ നമ്മുടെ ടാങ്കും പൈപ്പിന്റെ കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ടാങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അതായത് ഹാർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, പമ്പിങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഹാർട്ട് ഇടിക്കുന്ന തോതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, പിന്നെ ഈ രക്തക്കുഴലിനെ നോക്കാൻ പറ്റും. ഹാർട്ടിനെ നോക്കാൻ പറ്റും, നമുക്ക് രക്തക്കുഴലും നോക്കാൻ പറ്റും. ഇപ്പൊ രക്തക്കുഴൽ ഡോപ്ലർ ചെയ്താലും നമുക്ക് അത് തുറന്നിരിക്കുന്ന എത്രത്തോളം ഉണ്ട്, അതിൽ ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഒരു പരിധി വരെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് ഏത് ഏജ് മുതൽ എങ്ങനെ ചെക്ക് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പം പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒരു പെർട്ടിക്കുലർ ഒരു യങ് ഏജിൽ അങ്ങനെ ഫോക്കസ് ചെയ്യും, ഇപ്പോഴും ഉണ്ടാവും, പക്ഷെ മുന്നേക്ക് അങ്ങനെ നമ്മളത് അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. ഇതിപ്പോൾ ഏത് ഏജ് മുതൽ ചെയ്യണം എന്നാണ് ഡോക്ടർ ഒപ്പീനിയൻ? ഐഡിയലി പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ ലൈക്ക് ഒരു 45+ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ നോക്കുന്നത് നല്ലതായിരിക്കും. അത് ഇടയ്ക്ക് നോക്കിയാൽ മതി. കാരണം ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ഒരു ബേസിക് ടെസ്റ്റ് ചെയ്തിട്ട് മറ്റു രോഗങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടി ചെക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. ഓക്കെ, ഡോക്ടർ നേരത്തെ വിവിധ തരം സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു, അതെങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? വിവിധ തരം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 2 തരമാണ്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്, അതിൽ രക്തക്കുഴൽ അടഞ്ഞിട്ട് വരുന്നത്. പിന്നെ പൊട്ടുന്നത് ഹെമറാജിക് സ്ട്രോക്ക്. അതെ, അത് പക്ഷേ ഡിപ്പെൻസ് ഓൺ ദ ലൊക്കേഷൻ ആൻഡ് ദ സൈസ് ഓഫ് ദ ഇൻഫെക്ഷൻ. ഇപ്പം വലിയ സൈസ് ഉള്ളത്, അതുപോലെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ രക്തോട്ടം കുറയുന്നതും ഡേഞ്ചറസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് ഫോർ എക്സാമ്പിൾ ഈ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അവരെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യും. ടൈം ഓഫ് ഓൺസെറ്റ് എപ്പോഴാണ്, ശരിക്കും ഇപ്പോൾ ഉറക്കത്തിൽ വന്ന സ്ട്രോക്ക് ആണോ, അത് അങ്ങനെയൊക്കെ സമയം. ഉറക്കത്തിലൊക്കെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ മാം സൂചിപ്പിച്ച ഗോൾഡൻ അവേഴ്സ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 11 o'clock വന്നിട്ട് മോർണിംഗ് ഏർലി മോർണിംഗ് ആയിരിക്കും ചിലപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അവിടെ പ്രഷ്യസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ അവേഴ്സ് ലേറ്റ് ഡിലേ ആവും. അതെ, അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് ടൈം ഓഫ് ഓൺസെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് വേക്കപ്പ് സ്ട്രോക്ക് എന്ന് പറയും. ഉറക്കത്തിൽ ഉണരുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വന്ന സത്യത്തിൽ ഇത് എപ്പോഴാണ് വന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അതിന് നമുക്ക് സ്കാനിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ഉടനെ വന്നതാണോ കുറച്ച് സമയം ആയതാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള, രക്ഷിക്കാൻ പറ്റുന്ന ടിഷ്യൂ, അതായത് രക്ഷിക്കാൻ പറ്റുന്ന ന്യൂറോണുകൾ അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സ്കാനിങ്ങിൽ ചില സംവിധാനങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും നമുക്ക് സമയം താമസിച്ചു പോയതുപോലെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് വേക്കപ്പ് സ്ട്രോക്കിന്. പക്ഷെ സംവിധാനങ്ങളുണ്ട്, അതിൻ്റെ അനുസരിച്ച് നോക്കി മരുന്നുകൾ കൊടുക്കാൻ പറ്റും. പക്ഷെ ഡെഫിനറ്റ്ലി ഉറക്കത്തിൽ വന്നത് അല്ലാതെ സമയത്ത് വരുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം മാഡം പറഞ്ഞല്ലോ പല രീതിയിലുള്ള സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ലെവൽ വരെ നമുക്കിത് മെഡിസിൻ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും? അത് ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് പറയുവാണെങ്കിൽ നമുക്കൊരു 4.5 മണിക്കൂറിനുള്ളിൽ ഉള്ള സ്ട്രോക്കാണ്, രക്തക്കുഴൽ അടവുള്ള തരം സ്ട്രോക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നിലൂടെ അത് തുറക്കാൻ വേണ്ടിയിട്ട് 2 തരം ഇഞ്ചക്ഷനുകൾ അവൈലബിൾ ആണ്. ആൽറ്റിപ്ലേസ്, ടെനെക്റ്റിപ്ലേസ്, ഇങ്ങനെ RTPA അഥവാ ആൽറ്റിപ്ലേസ്. ബ്ലോക്ക് ഓപ്പൺ ആക്കണം. അതെ, ബ്ലോക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ. ആ സ്ട്രോക്കിൽ വരുന്ന അല്ലെങ്കിൽ ആ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവുമല്ലോ, ഫോർ എക്സാമ്പിൾ ഹെമറേജ് ഇവിടെ ആണെങ്കിൽ ബ്രെയിനിലാണെങ്കിൽ ആ ഏരിയ കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ അതും മെഡിസിനിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെ, അത് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി സ്ട്രോക്ക് ആയി പോയത് നമുക്കിത് തുറന്നു എന്ന് വെച്ചിട്ട് പിന്നെ ഹീൽ ചെയ്യണം തന്നെ. ഇപ്പം ഫോർ എക്സാമ്പിൾ മാം നേരത്തെ സൂചിപ്പിച്ചില്ല, നമുക്കിപ്പം ആ ബ്ലഡ് സ്റ്റെയിൻ അല്ലെങ്കിൽ ആ ബ്ലഡ് വാട്ട് എവർ മേ ബി ദ ടെക്നിക്കൽ നെയിം, ഓക്കെ യു പ്ലീസ് സപ്പോർട്ട് മീ. നമ്മളിപ്പം ബ്രെയിനിൽ വരുന്ന ഇപ്പം ഒരു ഒരു ക്ലോട്ട് ഉണ്ടാവുമല്ലോ ബ്രെയിനിൽ വരുന്നത്. ഇപ്പോൾ സ്ട്രോക്ക് വന്നാൽ കിട്ടുന്ന ഒരു ക്ലോട്ട് ഉണ്ട്, ആ ബ്രെയിൻ അവിടെ വന്ന് ആ ക്ലോട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ മെഡിസിനിലൂടെ ഇഞ്ചക്ഷനിലൂടെ ആ ക്ലോട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിലാണ്. ആദ്യം 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ കൊണ്ട് അതിനെ അലിയിപ്പിക്കാൻ ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സി വട്ടപ്പൊട്ട് മാഡം നേരത്തെ സൂചിപ്പിച്ച ന്യൂറോൺസ് ഇല്ലേ അല്ലെങ്കിൽ ആ ബ്രെയിൻ ടിഷ്യൂസ് ഉണ്ടല്ലോ, അത് റിജുവിനേറ്റ് ചെയ്യാൻ പറ്റും.
ഇല്ല, അത് തന്നെ ബോഡി തന്നെ പിക്കപ്പ് ആക്കി വരണം പിന്നീട്. ഇത് കൂടുതൽ ഇതിനെ കൊണ്ടുള്ള ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രക്തക്കട്ട അലിയിപ്പിക്കുന്നത്. ഒന്നും കൂടി മാം എന്നെ ഹെൽപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ക്ലോട്ട് അവിടെ അലിയിപ്പിച്ചു ഉണ്ട് വിചാരിക്കുക, പിന്നീട് ആ സെല്ല് അത് വീണ്ടും ലൈവായിട്ട് വരിക എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. അതെ 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 അത് ബോഡി തന്നെ അത് ഹീൽ ചെയ്യിപ്പിച്ച് വരണം. ഈസ് ഇറ്റ് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ വെദർ ഇറ്റ് ഈസ് അതിങ്ങനെ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല, ഡിഫിക്കൽട്ടാണ്. അത് ഡിഫിക്കൽട്ടാണ്. കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും എന്നല്ലാണ്ട് അത് സൈസിന്റെയും ഈ പറഞ്ഞ പോലെ സ്ഥലവും അനുസരിച്ചും ഒക്കെ ഇരിക്കും. അറിയാമോ, നമ്മളിപ്പോൾ ചില പേഷ്യൻ്റ് കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില പിന്നെ പേഷ്യൻ്റ് കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ ഈവൻ 4 and 5 hours ഉള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ സ്കാനിങ്ങിന് വന്ന് പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇത് റെഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ട്, ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ റെഡ്യൂസ് ആയി പോയിട്ടുണ്ട്, ആ സ്റ്റോക്കിൽ ആ പാറ്റേൺ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും പേഷ്യൻ്റെ മൂവ്മെൻറ്റ്, പേഷ്യൻ്റെ സംസാരശേഷി അതൊക്കെ വളരെ ഗ്രാജുവലായിട്ടും ചിലപ്പോൾ അത് പറ്റാത്തൊരവസ്ഥ പോലും ഉണ്ടാകും. ചില പേഷ്യൻ്റ് ബെഡ് റിട്ടേൺ ആയിട്ടും ഉണ്ടാവില്ല. അതെ അതെ, അങ്ങനെ സിറ്റുവേഷൻ എന്തുകൊണ്ടായിരിക്കും വരുന്നത്? അത് ഓൾറെഡി കോശങ്ങൾ നശിച്ചു പോയതിന് അത് പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ സാധനങ്ങളൊക്കെ ചെയ്താലും അത് 100% ആവണമെന്നില്ല. അതായത് ഇപ്പം അവർക്ക് ഫിസിയോതെറാപ്പിയും നമ്മൾ ബാക്കി ബോഡി തന്നെ ശരിയാക്കുകയും ഒക്കെ ചെയ്ത് വരുന്നതല്ലാതെ ഇന്ന മരുന്ന് ഇത് ഫുള്ള് സെൽസ് തിരിച്ചാക്കാൻ അങ്ങനെയുള്ള മരുന്നുകളില്ല. ഈ ഉള്ള രക്തക്കൊഴൽ തുറക്കുകയും ഈ തുറക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കാം. കുറച്ച് ടൈം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഈ വിത്തിൻ 6 hours ആണെങ്കിൽ വലിയ രക്തക്കൊഴൽ അടവാണെങ്കിൽ നമുക്കത് തുറക്കാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ നമ്മൾ കുറച്ചും കൂടെ സമയം കഴിഞ്ഞും ചിലപ്പം തുറക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഈ ഹാർട്ടിനൊക്കെ ആൻജിയോ ചെയ്യുന്ന മാതിരി നമ്മൾ പേഷ്യൻറ്റിനെ കാത്ത് ലാബിൽ കൊണ്ടുപോയിട്ട് തൊടയിൽ കൂടെയോ കയ്യിൽ കൂടെയോ ഉള്ള ആർട്ടറീസ് വഴി നമ്മൾ രക്തക്കൊഴലിൻ്റെ അവിടെ പോയി ഡൈ വെച്ച് ഇഞ്ചെക്ട് ചെയ്ത് ഏതാണ് മെയിൻ രക്തക്കൊഴൽ അടഞ്ഞിരിക്കുന്നതെന്ന് നോക്കി അത് തുറക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അത് തുറന്നാലും നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ചില കേസുകളിൽ. പക്ഷെ അതെല്ലാം കേസ് വിത്തിൻ 6 hours, ചിലപ്പം നമ്മൾ 24 മണിക്കൂർ വരെയും ചില പേഷ്യൻസിന് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്താൽ ഇത് കൂടാതിരിക്കുന്നേ ഉള്ളൂ. ഉള്ളത് ശരിയാവാൻ ബോഡി ശരിയാക്കുകയും ഫിസിയോതെറാപ്പിയും അങ്ങനത്തെ മെഷേഴ്സ് ആണ് കൂടുതൽ. ഇപ്പം നമ്മൾ 24 hours ഒക്കെ ഇപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആക്സിഡന്റ് കേസ് ഈവൻ സാധാരണ കോമൺ ആയിട്ട് നാച്ചുറൽ ആയിട്ട് വന്ന സ്ട്രോക്ക് ആയ പോലും ഈ 24 hours എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു കോംപ്ലിക്കേഷൻ കൂട്ടില്ല. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ 1 or 2 days വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു സർജറിയിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ആ പോർഷനിൽ വരുന്ന ഡെഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാവുമല്ലോ, അത് ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? അത് ഈ സർജിക്കലി നമ്മൾ ചെയ്യുന്നത് വളരെ ചില സിറ്റുവേഷൻസിലാണ് സർജിക്കലി ചെയ്യുന്നത്. ഈ എൻഡോസ്കോപ്പ് ഈ നമ്മൾ ഇന്റർവെൻഷൻ വഴി ചെയ്യുന്ന അല്ലാതെ രക്തക്കൊഴൽ തുറക്കാൻ ചെയ്യുന്ന അല്ലാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യുന്നത് നീര് കൂടുന്ന കണ്ടീഷൻസിലാണ് സ്ട്രോക്കിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ പിന്നെ ബ്ലീഡിങ് മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലത്തെ. അപ്പോൾ ഈ നമ്മൾ നീര് വെക്കുന്നത് യൂഷ്വലി day 1 കുറച്ച് കഴിഞ്ഞിട്ടാണ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് 7 to 10 days ആ ഒരു സമയത്തായിരിക്കും നീര് വെക്കുന്നത്. അപ്പം നീര് വെക്കുമ്പോഴാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻസ് ആലോചിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഒരു 72 hours ഉള്ളിൽ തന്നെ നീര് വെക്കുന്നവരുണ്ട്. എന്നാലും ഏറ്റവും ആദ്യം നീര് വെക്കൂല, പതുക്കെ ഫസ്റ്റ് 10 days നമുക്ക് നീര് വെക്കുന്നത്. ഇപ്പം മാഡം പറഞ്ഞ പോലെ ഈ ന്യൂറോ ഇതില് സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഈ നീര് വെക്കുന്ന ആ സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഏതെല്ലാം ഓപ്ഷൻ? പിന്നെ നീര് വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് സാധാരണ നമ്മൾ ഈ പറഞ്ഞായിരുന്നല്ലോ ഈ ചില രക്തക്കൊഴലുകൾ നമ്മൾ അടഞ്ഞതിന് നമുക്ക് ഇതിൽ കൂടെ അല്ലാതെ നമുക്ക് സ്റ്റെൻഡ് ഇട്ട് കുറച്ചും കൂടെ ടൈപ്പിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ചിലർക്ക് അല്ലാതെ വെളിയിൽ നിന്ന് സർജിക്കലി റിപ്പയർ ചെയ്യാറുണ്ട്, ബൈപ്പാസ് പോലെ. വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് പല ഓപ്ഷൻസും ഇപ്പം സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം, കറക്റ്റ് ടൈമിൽ ചൂസ് ചെയ്യണം. പിന്നെ കണ്ടിന്യൂഡ് കെയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ ആഫ്റ്റർ പ്രൊസീജിയർ ഇപ്പൊ നമ്മൾ BP ഒക്കെ അഡ്ജസ്റ്റ് ആക്കി വെക്കണം. ഇപ്പൊ BP ഒക്കെ കൂടിപ്പോയാൽ ബ്ലീഡിങ് വരും. നമ്മൾ ഈ രക്തക്കൊഴല് തുറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് തുറന്നു കഴിഞ്ഞിട്ട് BP മെയിൻറ്റെയിൻഡ് ആയിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ബ്ലീഡ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഇപ്പൊ പോസ്റ്റ് ത്രോംബെക്ടമി ആണെങ്കിലും കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം അത്രയും ശീലമുള്ള അങ്ങനത്തെ സംവിധാനങ്ങളുള്ള ICUകളും അതുപോലെ അവരുടെ ഇതൊരു ടീം വർക്കാണ്. സ്ട്രോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ചെയ്യുന്നതല്ല,
അത് മൊത്തം ഈ ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എമർജൻസിയിൽ വരുന്ന ആ മിനിറ്റ് മുതൽ നമ്മൾ കോഡ് സ്ട്രോക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള എമർജൻസി ഫിസിഷ്യൻസ് ഇത് സ്ട്രോക്ക് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അവിടുത്തെ നഴ്സുമാരും അതുപോലെ റേഡിയോളജിയിലെ അവരും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് എത്രയും നേരത്തെ നമുക്കിത് തുറക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയും അഥവാ വലിയ രക്തക്കുഴൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തുറക്കാൻ കാത്ത് ലാബിലേക്ക് കൊണ്ടുപോകുന്നതും അത് തുറക്കുന്നതും എല്ലാം ആ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ടീം വർക്ക്. അതും കഴിഞ്ഞിട്ട് നമ്മൾ BP മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമുക്ക് ഈ ICU ക്രിട്ടിക്കൽ കെയറിലെ ഡോക്ടേഴ്സും സ്റ്റാഫ് എല്ലാവരും ട്രെയിൻഡ് ഒരു ടീം വേണം, എന്നാലേ ആ പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കും. ഇപ്പം പിന്നെ കാത്ത് ലാബിലൊക്കെ പോയി ചെയ്യുന്ന ഏറ്റവും നൂതനമായ പ്രൊസീജിയർ മാഡം ഇപ്പോൾ പറഞ്ഞു. ഇപ്പം മുമ്പൊക്കെ നമ്മൾ പിന്നെ ക്ലോട്ട് സാധനം സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോട്ടൊക്കെ എടുക്കാൻ ഓപ്പൺ ആക്കലാണ്, തല ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇപ്പോഴത് കുറച്ചും കൂടി റെഡ്യൂസ് ആയിട്ട് ഇങ്ങനെ ഹോൾസ് ചെയ്തിട്ട് ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ഏറ്റവും അഡ്വാൻസ്ഡ്. ഏതാണ് ആ പ്രൊസീജിയർ ശരിക്കും വരുന്നത്? അത് ആക്ച്വലി നമ്മളിങ്ങനെ വെളിയിൽ ബ്ലീഡ് ചെയ്തതിനാണ് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറഞ്ഞ ടൈപ്പ് ബ്ലീഡുകൾക്കൊക്കെയാണ് നമ്മൾ വെളിയിൽ ഓട്ട ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. ഈ മെയിൻ രക്തക്കുഴലുകളെല്ലാം നമ്മളിപ്പം ഈ കാത്ത് ലാബിൽ കൊണ്ടുപോയി ആൻജിയോ വഴി നമ്മൾ നേരത്തെ പറഞ്ഞ തൊടയിലെയോ കയ്യിലെയോ രക്തക്കുഴൽ വഴിയിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഈ ഹെമറാജിക് സ്ട്രോക്ക് ചില ടൈപ്പ് ഇതിൽ നമുക്കിതുപോലെ ക്ലോട്ട് ഓപ്പൺ ചെയ്യാനുള്ള ടെക്നീക്സ് ഉണ്ട്. ഇപ്പം ന്യൂറോ മെഡിസിനിൽ മാഡത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കാരണം വിവിധ ഇപ്പോൾ സ്ട്രോക്ക് വന്നവരെ കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട്. നമ്മൾ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ സ്ട്രോക്ക് വന്ന ചില പേഷ്യൻസ് 1 month 2 months ഒക്കെ ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. ആഫ്റ്റർ 2 months ചില കേസിൽ അവർ ഓക്കെ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻറ്റും ഇപ്പോൾ പേഷ്യൻ്റ് അല്ല അവർ വളരെ ഹെൽത്തി പേഴ്സൺ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസും ഉണ്ടാകാറുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശരി, ഓക്കെ. ഈ ബ്രെയിനിലെ ചില പോർഷൻസ് ആണ് നമ്മളുടെ ബോധ നിലവാരം നിശ്ചയിക്കുന്നത്. അതിലെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ തലാമസ് എന്ന് പറഞ്ഞൊരു സ്ഥലവും ആ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ഒരു അസെൻഡിങ് റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് നമ്മുടെ ബോധ നിലവാരം നിശ്ചയിക്കുന്നത്. പിന്നെ ആ നമ്മുടെ ഫുൾ ഹെമിസ്ഫിയർ മൊത്തം ഉള്ള സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ ആ കണ്ടന്റ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ബോധവും വേണം, നമുക്കിത് ഇന്നതാണെന്ന് മനസ്സിലാക്കി എടുക്കാനും പറ്റണം. ഓക്കെ, ഇപ്പോൾ ബോധം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒന്നും അറിയാതെ കിടക്കുന്നതാവാം. അപ്പോൾ ഈ തലാമസോ ബ്രെയിൻ സ്റ്റെമിലോ ഒക്കെ കുഴപ്പം പറ്റിയിട്ട് ആളുകൾക്ക് ഒന്നും അറിയാതെ അങ്ങനെ കിടക്കുന്നതാവും. പക്ഷെ ചിലത് അറിയുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, പിന്നെ മനസ്സിലാവാത്തതായിരിക്കാം. ഇപ്പം നമ്മൾ പറയുന്ന വേർഡ്സ് മനസ്സിലാക്കി എടുക്കണമല്ലോ. ഇപ്പോൾ ഒരാളിനെ കണ്ടാൽ നമ്മളത് ആ ആളിൻ്റെ വിഷ്വലും സംസാരം എല്ലാം വെച്ച് നമ്മൾ ഇന്ന ആളാണെന്ന് നമ്മുടെ മൈൻഡിലുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് അത് ഇന്ന ആളാണെന്ന് നമ്മൾ അറിയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന വാക്കുകളെ നമ്മൾ മനസ്സിൽ ഇത് നേരത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ഇന്നതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മനസ്സിലാക്കി എടുക്കുന്ന സ്ഥലത്തൊക്കെ എവിടെയെങ്കിലും കുഴപ്പങ്ങൾ സ്ട്രോക്ക് മുഖാന്തരം വരുവാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവാത്ത പോലെ കിടക്കാൻ പറ്റും. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കിന് കുറച്ചൊരു ടൈം വിൻഡോയിലൊരു 6 weeks to 3 months കുറേ ന്യൂറോൺസ് ഒക്കെ കുറച്ചൊക്കെ ഒന്ന് റീജനറേറ്റ് ചെയ്ത് വരും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഇതുപോലത്തെ റീഹാബിലിറ്റേറ്റീവ് മെഷേഴ്സും ഒക്കെ ചെയ്ത് നമ്മളെല്ലാ സപ്പോർട്ടും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ വരാൻ പറ്റും. ഓക്കെ മാം, നമ്മൾ സാധാരണ ഇൻഹെറൻ്റ് ആയിട്ട് പല രോഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഈ സ്ട്രോക്ക് ഫാമിലി ഹിസ്റ്ററി ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഫാമിലി ഹിസ്റ്ററി ചില കേസുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇപ്പം നമുക്ക് ഒരാളിന് സ്ട്രോക്ക് വന്നു എന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ യങ് സ്ട്രോക്കിലൊക്കെയാണ് കുറേ കൂടെ ഈ ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ ഹാർട്ടിനൊക്കെ കുഴപ്പമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് യങ് ആയിട്ടിരിക്കുമ്പം സ്ട്രോക്ക് വരാൻ പറ്റും. അപ്പം അതുമല്ല നമ്മൾ അങ്ങനെ ചില കണ്ടീഷൻസൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. ആ ടൈപ്പ് ഓഫ് സ്ട്രോക്ക് വെച്ചിട്ടാണ് നമ്മളിത് ജനറ്റിക്കലി ആണോ അല്ലയോ എന്ന് പറയുന്നത്. പക്ഷെ മിക്കതും ജനറ്റിക്കൽ അല്ല, കുറച്ചേ ഉള്ളൂ ജനറ്റിക്. സ്ട്രോക്ക് വന്നിട്ട് ക്യൂർ ആയിട്ട് ഓക്കെ ആയ അല്ലെങ്കിൽ ഹെൽത്തി ആയ ഒരു പേഷ്യന്റ് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരിക്കൽ സ്ട്രോക്ക് വന്നാൽ
ഇനി അടുത്തൊരു സ്ട്രോക്ക് വരാനുള്ള റിസ്ക് സാധാരണ ആളുകളെ വെച്ച് നമുക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മരുന്ന് കഴിക്കണം, കൺട്രോൾഡ് ആക്കി വെക്കാൻ വേണം. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റ് കുറെ കോഷ്യസ് ആവണം. മരുന്ന് മീൻസ് മെഡിസിൻ മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് അതെ 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 ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൃത്യമായി കഴിക്കണം. കാരണം ഈ ആസ്പിറിൻ പോലത്തെ ഒരു ചെറിയ മരുന്ന് കഴിച്ചാൽ 70 തൊട്ട് 80% വരെ പ്രൊട്ടക്ഷൻ ഉണ്ട് അടുത്ത സ്ട്രോക്ക് വരാതിരിക്കാൻ. പ്ലസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം നമ്മൾ മോഡിഫൈ ചെയ്ത് പറഞ്ഞ പോലെ ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കണം, പ്രഷർ കൺട്രോൾ ചെയ്ത് വെക്കണം, കൊളസ്ട്രോൾ നോക്കി അത് കൺട്രോൾ ചെയ്ത് വെക്കണം, അതുപോലെ എക്സസൈസ് വേണം, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം, ആഡിക്വേറ്റ് സ്ലീപ്പ് ഉണ്ടെന്ന് തന്നെ എൻഷുർ ചെയ്യണം, സ്ട്രെസ് ലെവൽസ് കുറയ്ക്കണം. മൊത്തത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മൾ അതിനെ പോസിറ്റീവ് പുറത്തേക്ക് വരാം. അതെ അതെ എന്നാലേ പറ്റുള്ളൂ. ഡോക്ടർ, നമ്മുടെ ഈ പുതിയ ജനറേഷനിൽ ഈ സ്ട്രോക്ക് ലെവൽ ഇങ്ങനെ കൂടി വരാനുള്ള ഈ കേസസ് കൂടി വരാനുള്ള കാരണം എന്തായിരുന്നു? അത് കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട് ഡെഫിനറ്റ്ലി കൂടുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ രക്തക്കുഴലിനോട് അനുബന്ധിച്ച അസുഖങ്ങൾ, സ്ട്രോക്ക് ആയാലും അറ്റാക്ക് ആയാലും ഒക്കെ ഇപ്പം യങ് ആൾക്കാരിൽ കൂടുന്നുണ്ട് ഡെഫിനറ്റ്ലി. അതിൻ്റെ റീസൺ നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. അപ്പം ഈ ഇതുപോലത്തെ റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പം കൂടുതൽ പേരും നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്, മിക്കവരും അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ സ്ട്രെസ് ലെവൽസ് കൂടുതലാണ്, ഉറക്കം ആഡിക്വേറ്റ് ആവുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ തലമുറയിൽ. ഇപ്പം നമ്മൾ കുറേ നേരം സ്ക്രീൻ ടൈമൊക്കെ നോക്കുമ്പോഴും നമ്മുടെ ഉറക്കം അത്ര ആഡിക്വേറ്റ് ആവത്തില്ല. അപ്പോൾ ഇതെല്ലാം ഉറക്കമില്ലായ്മ, സ്ട്രെസ് കൂടുതൽ, പിന്നെ നമ്മുടെ ജീവിതശൈലി, ഇത്രയും ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കുറവ്, ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് കൂടുതലാണ്. ഡെഫിനറ്റ്ലി രക്തക്കുഴലിൽ അടവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്ക്രീനിങ്ങും ചെയ്യണം. ഇതുപോലത്തെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് സ്ക്രീൻ ചെയ്ത് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി കൂടുന്നുണ്ട്. അപ്പം ആക്ച്വലി പറഞ്ഞാൽ ഒരു 1 lakh ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു 150 പേർക്ക് ഒരു വർഷം സ്ട്രോക്ക് വരുന്നുണ്ട് എന്നാണ് ഇന്ത്യയിൽ. അതാണ് ഒരു 1 lakh ഇന്ത്യയിലെ ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. അങ്ങനെയാണ് 1 lakhൽ അറൗണ്ട് 150 per year 150 per year ആണ് ഇൻസിഡൻസ് per year സ്ട്രോക്ക് ഇൻസിഡൻസ് ഇന്ന് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇന്ത്യയിൽ കാണുന്നുണ്ട്. ഇന്ന് ഈ വിഷയം, അതായത് സ്ട്രോക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ന്യൂറോ മെഡിസിനിലെ ഡോക്ടർ സൗമ്യ CV ആണ്. മാഡത്തിന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം.